കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ അടങ്ങിയിട്ടുള്ള നമ്മളെല്ലാവരും ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നതിനെ പറ്റിയിട്ടാണ്. ഒരുപാട് ആളുകൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റ് കിറ്റ് മേടിക്കാനായിട്ട് മടിയുള്ള ആളുകൾ, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് കിട്ടുന്ന ആളുകൾക്കൊക്കെ ചെറിയൊരു ആശ്വാസം എന്നുള്ള രീതിക്കാണ് അവർ ഹോം മെയ്ഡ് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുകൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുന്ന, നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെ എടുക്കുന്ന ഐറ്റംസ് വെച്ചിട്ടായിരിക്കും ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഇതെല്ലാം തന്നെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒട്ടും പ്രൂവൺ അല്ല. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഐറ്റംസ് ആയതുകൊണ്ട് അങ്ങനെയുള്ള സിംറ്റംസ് ഉള്ളവർക്ക്, എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നവർക്കൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സയൻറ്റിഫിക്കലി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ബേസും ഈ ഒരു കാര്യത്തിനില്ല. വീട്ടിൽ നിന്ന് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അത് റിലയബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ട് അതിൽ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ 100% നിങ്ങൾ പ്രഗ്നൻ്റ് അല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ അതിൽ പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% പോസിറ്റീവ് ആണെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന പ്രഗ്നൻസി സിംറ്റംസ് ആണ്. നിങ്ങൾക്ക് പ്രഗ്നൻസിയുടേതായിട്ടുള്ള യാതൊരു ലക്ഷണം ഇല്ലെങ്കിലും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപാട് ആളുകൾക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ വന്നിട്ടുള്ള പല വ്യത്യാസങ്ങൾ കൊണ്ട് ഭയങ്കര വിയേർഡായിട്ടുള്ള, ഇത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാണുമ്പോഴേക്കും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത് കേട്ടോ. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു കാർഡ് മേടിച്ചിട്ട് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടിയിട്ട് ബ്ലീഡിങ് വളരെയധികം കുറവാണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഒരുപാട് ആളുകൾക്ക് ചെറുതായിട്ടുള്ള സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും, ചിലർക്ക് 2 ദിവസമൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ വളരെ കുറവായിട്ടാണെങ്കിൽ 2 ദിവസം വരെ ഉണ്ടായിട്ട് പിന്നീട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബ്ലീഡിങ്ങും നിങ്ങൾക്കുണ്ടാകുന്ന സിംറ്റംസും നിങ്ങൾ മസ്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. ബ്ലീഡിംഗ് ഉണ്ടെങ്കിലോ സിംറ്റംസ് ഉണ്ടെങ്കിലോ നിങ്ങൾ കറക്റ്റായിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ഒരുപാട് ടെസ്റ്റ് കിറ്റുകൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സോൾട്ട് ഉപയോഗിച്ചിട്ട്, അതുപോലെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട്, ഷാമ്പു ഉപയോഗിച്ചിട്ട്, അതുപോലെ നമ്മൾ യൂറിൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്, ഓവർനൈറ്റ് നമ്മളൊരു യൂറിൻ രാവിലെ എടുക്കുന്ന യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുന്നത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ അതിൽ ചേഞ്ചസ് കാണുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്ന രീതികൾ, അങ്ങനെ ഒരുപാട് രീതിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് സോൾട്ട് പ്രഗ്നൻസി ടെസ്റ്റ്, അത് നിജൂസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ടൂത്ത് പേസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് നിജൂസ് വേൾഡ് അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഡെറ്റോൾ. ഇത് നമുക്ക് 1 ടീസ്പൂണിൻ്റെ ഡെറ്റോൾ മതിയായിരിക്കും കേട്ടോ. അത് നിങ്ങൾ എടുക്കുക. അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന കുറച്ച് ഒബ്ജക്ട്സ് ഉണ്ട്. യൂറിൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നർ. ഇത് ചെറിയൊരു സാമ്പിൾ പാത്രം, നമുക്ക് യൂറിനൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിൽ നിന്നെല്ലാം കിട്ടില്ലേ, അങ്ങനെ ഒരു സാമ്പിൾ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ നോക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം നല്ലതുപോലെ കഴുകി ഡസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിക്ക് കഴുകി തുടച്ച് വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ദെൻ നമുക്ക് ഡെറ്റോൾ ഉപയോഗിക്കണം, ഡെറ്റോൾ വേണം. അതോടൊപ്പം തന്നെ ഇത് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പാത്രം വേണം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് തന്നെ വേണം. അല്ലാതെ പ്ലാസ്റ്റിക്, നമ്മൾ സാധാ പേപ്പർ ഗ്ലാസ് എടുത്തുകൊണ്ട് കാര്യമില്ല, നമുക്ക് റിസൾട്ട് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റില്ല. നിങ്ങളിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ നിങ്ങൾക്കില്ലെങ്കിൽ, പഴയ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം നിങ്ങൾ മുറിച്ചെടുക്കുക. അതിനുശേഷം മുകളിലത്തെ ഭാഗം കളഞ്ഞിട്ട് അടിഭാഗം വെച്ചിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കണം. കളറായിട്ടുള്ള 7up-ൻ്റെയോ അങ്ങനെയുള്ള ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അറിയാനായിട്ട് സാധിക്കില്ല കേട്ടോ. അങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. ഏറ്റവും കൂടുതൽ നമ്മൾ യൂറിൻ എടുക്കേണ്ട സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മോർണിംഗിലുള്ള യൂറിൻ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. മോർണിംഗിലെ ഫസ്റ്റ് യൂറിൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. രാത്രി ഒരുപാട് നേരം വെള്ളം കുടിച്ചതിന് ശേഷവും, അതുപോലെ യൂറിൻ സാമ്പിൾ നിങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു 6 മണിക്കാണ് നിങ്ങൾ എഴുന്നേക്കുന്നതെങ്കിൽ 6 മണിക്ക് ഒരുപാട് മുമ്പ് ഒരു 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് നിങ്ങൾ യൂറിനേറ്റ് ചെയ്തിട്ട് 6 മണിക്കത്തെ യൂറിൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 4 hours വരെയെങ്കിലും നിങ്ങൾ യൂറിനേറ്റ്
ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഒപ്പം 4 hours നിങ്ങൾ വെള്ളം ഒരുപാട് കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യവും കൂടി ഉറപ്പ് വരുത്തണം കേട്ടോ. ഏർലി മോർണിംഗിൽ യൂറിൻ നമ്മൾ എടുക്കുമ്പോഴേക്കും കൂടുതൽ വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡൈല്യൂട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. യൂറിനൽ HCG ലെവലിലും വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് യൂറിനേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള യൂറിൻ എടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡെറ്റോളിന്റെയും യൂറിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആയിരിക്കണം. അതായത് 1 ടീസ്പൂൺ ഡെറ്റോൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ 3 ടീസ്പൂണിന് അടുത്തെങ്കിലും, അതിനേക്കാളും കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ഒരു റേഞ്ചിലായിരിക്കണം നിങ്ങൾ യൂറിൻ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാർ എടുത്തതിന് ശേഷം അതിലിട്ട് 1 സ്പൂൺ നിങ്ങൾ ഡെറ്റോൾ ഒഴിക്കുക. ദെൻ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യൂറിൻ കുറച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ വെച്ച് അളന്നിട്ട് നമുക്ക് യൂറിൻ ഒഴിക്കാനായിട്ട് പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാത്ത ഒരു സ്പൂൺ എടുത്ത് വെക്കുക. അങ്ങനെ ആയാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു കണക്കിന് ഒരു ലെവലിൽ യൂറിൻ ഡെറ്റോൾ നിന്ന് കഴിഞ്ഞാൽ അതിനേക്കാളും ഒരു 3 പടി ഉയരത്തിൽ യൂറിൻ നിൽക്കുന്ന രീതിക്ക് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ദെൻ അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് കുറച്ച് നേരം പയ്യെ അതൊന്ന് ഗ്ലാസ് പയ്യെ ഒന്ന് ചുറ്റിക്കുക. ദെൻ അതൊരു 10 to 15 minutes വരെയെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഡെറ്റോള് മേളിലത്തെ ഒരു നിലയിലോട്ട് മാറുകയും യൂറിൻ താഴേക്ക് സെപ്പറേറ്റ് ആവുകയും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്നാണ്. എന്നാൽ മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് കാണുന്നില്ല, രണ്ടും മിക്സ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ മാറ്റമൊന്നും നമുക്ക് വിസിബിൾ ആകുന്നില്ല, കളർ ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വിസിബിൾ ആകുന്നില്ലെങ്കിൽ അതിനർത്ഥം നെഗറ്റീവ് ആണെന്നാണ് കേട്ടോ. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു താഴേക്ക് ഉണ്ടാകുന്ന യൂറിൻ ട്രാൻസ്പെറന്റ് ആയിട്ട് പോവുകയും മേളിലോട്ട് ഡെറ്റോള് കുറച്ച് അങ്ങോട്ട് വിസിബിൾ ആയ രീതിക്ക് മേളിലോട്ട് കയറുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൈൽഡ് ആയിട്ടുള്ള ഒരു ആന്റിസെപ്റ്റിക് ആണ് നമ്മുടെ ഡെറ്റോൾ എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിലുള്ള കെമിക്കൽസ് നമ്മുടെ ആ ഒരു യൂറിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് നല്ലതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഏകദേശം 2 പോർഷനായിട്ട് തന്നെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. യൂറിനിൽ നിങ്ങൾ ആ ഒരു പോർഷൻ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ അളവ് അനുസരിച്ചിട്ടായിരിക്കും അത് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ വളരെ കുറച്ചാണ് യൂറിൻ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടീഷൻ, അതായത് യൂറിനും ഡെറ്റോളും തമ്മിലുള്ള ആ ഒരു പാർട്ടീഷൻ വരുന്നത് ഭയങ്കര കുറവായിരിക്കും. എന്നാൽ യൂറിൻ നമ്മൾ ഇതുപോലെ 1:3 എന്നുള്ള ഒരു റേഷ്യോയിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു വിസിബിൾ ആയിട്ട് തന്നെ ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഇത് എപ്പോഴാണ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ്. ഇംപ്ലാന്റേഷൻ അപ്പോൾ നടന്നു കഴിഞ്ഞാലും നമ്മുടെ HCGയുടെ ലെവൽ കൂടുന്നേ ഉണ്ടാവുള്ളൂ. ഡബിൾ ആയിക്കൊണ്ട് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു ഗ്രോത്ത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹോർമോൺസ് ഒക്കെ നല്ലതുപോലെ ഉണ്ടെങ്കിൽ ഡബിൾ ആകാനായിട്ട് തുടങ്ങും. എന്നിരുന്നാൽ കൂടി തന്നെയും നമ്മുടെ കാർഡിന് ടെസ്റ്റ് ചെയ്യുന്ന ഭാഗത്തിന് നമ്മുടെ ആ ഒരു HCGയുടെ വാല്യൂ യൂറിനിൽ എത്തണമെങ്കിൽ ഡേറ്റ് മിസ്സായിട്ട് ഒരു 5 ദിവസമെങ്കിലും കഴിയണം. അപ്പോൾ ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് നിങ്ങളൊരു എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. സിംറ്റംസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്, വിസിബിൾ ആയിട്ടുള്ള പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ, അതായത് ഇതിലെ പ്രഗ്നൻസി ലക്ഷണങ്ങളാണെന്ന് നമുക്കറിയാം. അതായത് തലകറക്കം, ഛർദിൽ, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ കാണുന്ന ദിവസം നിങ്ങൾക്ക് മോർണിംഗിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൻ്റെ അന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ലാതെ ഭയങ്കര നേരത്തെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 2nd ഡേയോ 3rd ഡേയോ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരിക്കലും നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തി ആണോ അല്ലെങ്കിൽ പ്രഗ്നൻസി ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനുള്ള 100% ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വഴിയല്ല. പിന്നെ എന്തുകൊണ്ട് ചേച്ചി ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട് ഇത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേരുണ്ട് കാർഡിൻ്റെ ടെസ്റ്റ് ചെയ്ത് മേടിച്ച് നോക്കാനായിട്ടും ടെസ്റ്റ് ചെയ്ത് അങ്ങനെ നോക്കാനായിട്ടും മടിയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ പരീക്ഷ നോക്കുക, നെഗറ്റീവ് കിട്ടിയാലും പോസിറ്റീവ് കിട്ടിയാലും നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഏകദേശം യൂറിന് നമ്മൾ കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാർഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡേറ്റ് മിസ്സായി 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് വേണം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. എങ്കിലേ നിങ്ങൾക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഡെറ്റോൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡൈല്യൂട്ട് ആയിട്ടുള്ള ഡെറ്റോൾ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ചില ആളുകൾ ഡെറ്റോൾ വെള്ളവുമായിട്ട് മിക്സ് ആക്കിയിട്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു പർപ്പസിന് വെക്കും. അങ്ങനെയുള്ള ഡെറ്റോൾ നിങ്ങൾ ഉപയോഗിക്കരുത്. കറക്റ്റ് ആ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഡെറ്റോൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, തീർന്നങ്ങ് അറ്റം വരെ എത്തിയിട്ടുള്ള ഡെറ്റോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട. അതിന് ചിലപ്പോൾ വീര്യം അതിനനുസരിച്ച് കുറവായിരിക്കും. ഒപ്പം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചിട്ടുള്ള ഡെറ്റോൾ ആണ്
നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ തുറന്ന് വെക്കും തോറും അതിൻ്റെ ഗുണമെല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വായുവിൽ മിക്സായി പോയിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് ഓൾമോസ്റ്റ് തീരാറായിട്ടുള്ള ഡെറ്റോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ചെറിയൊരു ബോട്ടിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.